ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് കേക്കാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ സാൻഡ്വിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ അതിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ. പിന്നെ ചിക്കൻ ഉണ്ട്, മയോനീസൊക്കെ വരുമ്പോൾ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് ഇത് നമ്മൾ കേക്ക് പോലെ അല്ല ഇത് ചെയ്തെടുക്കണം ഈ സാൻഡ്വിച്ച്. അപ്പോൾ അത് കൗതുകത്തോടെ അവർ കണ്ടിട്ട് അവർ കഴിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് പിന്നെ നല്ല ഇഷ്ടമാവും ചെയ്യും. പിന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും രുചിയാണ് ഇതിന്. ചിക്കൻ ഇതേപോലെയാണ് 250 ഗ്രാം എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസ് എടുത്തിട്ടുള്ളത്. അതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ഇത് എടുക്കാം. ചിക്കൻ ഇതേപോലെ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് എന്തൊക്കെ മസാല വേണ്ടത് നമുക്ക് നോക്കാം. കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി 1 ടീസ്പൂൺ പ്രകാരം ഇതേപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ ചതച്ചത് ഞാനൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇത്ര നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെറിയ സിമ്മിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി വരും. ഇത് ബോൺലെസ് പീസ് ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി വരും ചെയ്യും. അതിൻ്റെ ശേഷം ഒന്ന് മൂടി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയി എടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കണില്ല. നമ്മളത് മയോനീസിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൽ തന്നെ ഇഷ്ടമായി ഓയിൽ ഉണ്ടാവുകൊണ്ട് നമ്മളത് എക്സ്ട്രാ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ചിക്കൻ. മുട്ടൻ്റെ വൈറ്റ് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വൈറ്റ് പെപ്പറാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സാധാ കുരുമുളക് ഏതാ വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ഞാൻ വൈറ്റ് പെപ്പർ ഉണ്ടാവുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ പോപ്പിന് ഇതേപോലെ പീസ് ഞാനൊരു 7 ചേർത്തിട്ടുണ്ടെങ്കിൽ 6 7 ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓയിൽ ഞാൻ ഇതേപോലെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ നമുക്ക് ചേർത്തിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. വൈറ്റ് സോസ് ഇതേപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസിൽ നിന്ന് ഞാൻ 4 ടീസ്പൂൺ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് ഇതേപോലെ ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് ഇതേപോലെ ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗിൻ്റെ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിൽ ഏത് കെച്ചപ്പ് ഉള്ളത് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി കെച്ചപ്പ് ഇല്ലെങ്കിൽ സാധാ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ട് അതിൻ്റെ ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എരിവിനും തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിന് എത്ര വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മസ്റ്റാർഡ് സോസ് ഞാൻ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. നിങ്ങളെ കയ്യിൽ ഇത് ഇല്ലാന്ന് എഴുതിയിട്ട് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും ഈ സാൻഡ്വിച്ചിന്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ സാധാ കടുക് പൊടിച്ചിട്ട് ഇതേപോലെ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വരുമ്പോൾ വേറെ ടേസ്റ്റാണ് ഈ സോസിന്. പച്ചമുളക് ഇതേപോലെ ഞാൻ 1 എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പുതിന അതേപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഞാൻ അതേപോലെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി. ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 4 ടീസ്പൂൺ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതേപോലെ ഞാൻ 4 ടീസ്പൂണാണ് അതിന് എടുക്കുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിൽ ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ചെടുത്തതാണ്. ഇതേപോലെ 2 ടീസ്പൂൺ ഉണ്ട്. അത് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് തന്നെ ഇതിൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിൻ്റെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കുക. അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സോസും റെഡി ആയിട്ടുണ്ട്. പുതിനേൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചില്ലിയും ടൊമാറ്റോ ഒക്കെ ചേർത്ത സോസിൽ അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2ഉം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പാർട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ നന്നായിട്ട് പൊടിയായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ എടുക്കും ചെയ്യുക. അതേപോലെ വേണമെങ്കിലും ചെയ്തെടുക്കുക. ചിക്കനിക്ക് വൈറ്റ് സോസ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് സോസിന് പകരം നിങ്ങൾക്ക് മയോനീസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വൈറ്റ് സോസോ അല്ലെങ്കിൽ മയോനീസോ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതേപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി വെജിറ്റബിൾ സെറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇതേപോലെ പീൽ ചെയ്ത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്.
ക്യാപ്സിക്കമിന് റെഡും യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കുക. കാബേജ് ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പുതിനേൻ്റെ വൈറ്റ് സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വൈറ്റ് സോസ് ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും പുതിനയും മല്ലിച്ചപ്പും ചേർത്തിട്ട് അരച്ചിട്ട് നമ്മൾ വൈറ്റ് സോസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മിക്സാണ് ഇതിൽ ചേർത്തിട്ട് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മാറ്റി വെക്കുക. ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കേക്കിന് എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ടാണ് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ ഒരു 1.5 പാക്കറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പാക്കറ്റ്. അത് ഓരോരുത്തർക്ക് എത്ര ഹൈറ്റ് വേണ്ടു, കേക്കിന് ലെങ്ത്ത് വേണ്ടു, അതിനനുസരിച്ചിട്ടാണ് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കേണ്ടത്. സാൻഡ്വിച്ച് കേക്കിനുള്ള എല്ലാ ഫില്ലിങ്ങും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മളിത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഈ ഒരു മോൾഡ് എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ മോൾഡാണ് വേണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ ഒരു മോൾഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളിൽ പെട്ടെന്ന് സെറ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ ബ്രെഡൊക്കെ അതേപോലെ നമ്മൾ ഇതേപോലെ എല്ലാതും ഒരേപോലെ ഇങ്ങനെ ഈ റൗണ്ടാക്കി വെക്കുക. ഈ ബ്രെഡ് ഇതേപോലെ സ്ലൈസ് ചെയ്തത് വെക്കുക. ഈ മോൾഡിൽ ഈ ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ ഈ സോസ് ഇതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ സോസും ചില്ലിയും പിന്നെ വൈറ്റ് സോസിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ എല്ലായിടത്തേക്കും ബ്രെഡിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചിക്കനിൽ ഇതേപോലെ പിന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് സോസൊക്കെ ഇട്ടിട്ട്. അത് ഇതേപോലെ എല്ലായിടത്തേക്കും ഒരേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ലെവലാക്കി കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും ഒരേപോലെ ഇതേപോലെ ഒന്ന് ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ മുകളിൽ ഇതേപോലെ ഇനി ബ്രെഡ് എല്ലാതും ഒരേപോലെ റൗണ്ടിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ മോൾഡ് സ്ക്വയർ ആണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് റൗണ്ടിലല്ല ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ഈ സോസ് നേരത്തെ ചെയ്ത് വെച്ച സോസ് ഇല്ല, അതും ഇതേപോലെ ഇതിന് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ വെജിറ്റബിൾ പിന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല, ആ വെജിറ്റബിൾ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഞാൻ വെജിറ്റബിളാണ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്യാരറ്റ്, കാബേജ്, പിന്നെ ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം വൈറ്റ് സോസിൽ വെച്ചിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒരേപോലെ ആണ് രീതിയിൽ അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നന്നായിട്ടും സെറ്റായി വന്നോളൂ. ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. ഇത് ഓരോരുത്തർക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കുക. വെജിറ്റബിൾ വെച്ചതിൻ്റെ ശേഷം ഇതേപോലെ ഞാൻ ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അത് 3ാമത്തെ ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ആ റെഡ് സോസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ അത് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ശരിക്കും തന്നെ നല്ല ടേസ്റ്റ് വരുന്നത് ഈ സോസാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേറെ ഫില്ലിങ് ചെയ്തെടുക്കുന്നത്. ക്രീം ചീസ് തന്നെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മയോനീസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് സോസോ എടുത്തിട്ട് നമ്മൾ അത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ക്രീം ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ മയോനീസ് മാത്രം എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വെറും വൈറ്റ് സോസ് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ടിലും ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഞാൻ മുകളിലത്തെ കോട്ടിങ്ങിന് കൊടുക്കുന്നത് ഇത് പിന്നെ ക്രീം ചീസും പിന്നെ മയോനീസും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ പിന്നെ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. 3ാമത്തെ ലെയറിൽ ഞാൻ ചിക്കനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ഇതേപോലെ ബ്രെഡ് എല്ലായിടത്തും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പിന്നെ ക്രീം ചീസും പിന്നെ മയോനീസും ചേർത്തിട്ട് അതേപോലെ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആകുന്നതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് വെറും മയോനീസ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വെറും വൈറ്റ് സോസ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റാണ്. ഓരോരുത്തരുടെ കയ്യിലനുസരിച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ ഒരു കേക്കിൻ്റെ ലെവലിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. മേലെ നമ്മൾ ക്രീം ചീസും മയോനീസും പുരട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതേപോലെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായി വരും. അതിൻ്റെ ശേഷം ഇതേപോലെ ഈ മോൾഡ് എടുത്താൽ മതി. ഈ മോൾഡിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ മോൾഡിൽ ചെയ്തെടുക്കുന്നത്. സാൻഡ്വിച്ച് കേക്കിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മയോനീസും ക്രീം ചീസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫില്ലിങ് തന്നെയാണ് നമ്മൾ ഈ സൈഡിൽ കൂടി ഇതേപോലെ എല്ലാ ഗ്യാപ്പും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ എല്ലാ കേക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആവാത്ത ഭാഗത്ത് കൂടിയൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് വെജിറ്റബിൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് പീൽ ചെയ്ത് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മയോനീസും ക്രീം ചീസൊക്കെ ഉള്ളതുകൊണ്ട് ഈ ക്യാരറ്റ് ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ നന്നായിട്ട് സെറ്റായി വരും. തക്കാളി നമ്മൾ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ലെയർ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ വട്ടത്തിൽ ഒരു ലെയർ ഇതേപോലെ തക്കാളി ഫുള്ളായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി നമുക്ക് മറ്റേ ചേർത്ത് കൊടുക്കുക. കുക്കുംബർ ഇതേപോലെ തന്നെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി ഇതേപോലെ സെറ്റ് ചെയ്ത പോലെ തന്നെ റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പിന്നെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ പാടില്ല കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ നമ്മൾ സാൻഡ്വിച്ച് കേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടെ അവർ കഴിക്കുകയും ചെയ്യും.
ചെറിയ ചെറിയ കുട്ടികളൊക്കെ റമദാൻ മാസം നോമ്പെടുക്കുന്നവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ വെജിറ്റബിളും ഉണ്ട്, ചിക്കനുണ്ട്, ഫുള്ളൊരു മീലായിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് റമദാൻ മാസത്തിലായാലും ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും. സാൻഡ്വിച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ അതേ രീതിയിലാണ് നമുക്ക് ഈ സാൻഡ്വിച്ച് വന്നിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഇത് ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണെന്ന് ശരിക്കും നമുക്ക് തീരെ തോന്നിയില്ല കേട്ടോ കഴിക്കുന്ന സമയത്ത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കഴിച്ചവരൊക്കെ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും, ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത്. സാൻഡ്വിച്ച് കേക്ക് ഞാൻ കേക്കിൻ്റെ ഹൈറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ലെയറും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് ഒരു ഫുൾ മീലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം വേറൊരു ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇതിലെല്ലാ വെജിറ്റബിൾസും ഉണ്ട്, ചിക്കനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഫുൾ ഹെവി ആയിട്ടുള്ളൊരു മീലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹെവി ആയിട്ട് അവിടെ കടന്നോളും. കാരണം അതിൽ ബ്രെഡ് വരുന്നുണ്ടല്ലോ, പിന്നെ എല്ലാ വെജിറ്റബിൾസും വരുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പത്തിരിയോ ചിക്കനൊന്നും വേണ്ട.